9 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച RSS പ്രവർത്തകൻ അറസ്റ്റിൽ. മുക്ക സ്വദേശി ബാബുരാജിനെയാണ് പോലീസ് പിടികൂടിയത്. സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയനാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. ഷംന അശോക് ചേരുന്ന വിവരങ്ങളുമായി. ഷംന, വിശദാംശങ്ങൾ. ഞെട്ടിക്കുന്ന സംഭവമാണ് കോഴിക്കോട് നിന്നും പുറത്തു വരുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് 9 വയസ്സ് മാത്രമാണ് പ്രായം. കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയ കുട്ടി അസ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ നടത്തുന്നത് അധ്യാപകരുടെ ഭാഗത്താണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം അധ്യാപകൻ തന്നെ കുട്ടിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധ്യാപകർ എത്തിയത്. ഈ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ചെറിയ കുട്ടികളെ, സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം വാർത്തയായിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്കൂളിൽ ഇനിയും നടന്നിട്ടുണ്ടാവും. കാരണം ഈ ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വിട്ടപ്പോഴാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഈ കേരളത്തിനകത്തുള്ള എല്ലാ സ്കൂളിലും ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരാതികൾ പ്രത്യേകിച്ച് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും അറിയാനും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പീഡനങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും പുറത്തു വരാൻ സാധ്യതയുണ്ടാവും. ഇങ്ങനത്തെ മാഷന്മാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. പിന്നെ ഇത് ഏഷ്യനെറ്റിൽ വന്ന വാർത്തയാണ്. ഇതിൻ്റെ താഴത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യില്ല, രാജ്യസ്നേഹികളായ ആളുകളൊന്നും അങ്ങനെ ചെയ്യില്ല, ഇത് തെറ്റുപറ്റിപ്പോയതാണ്. അതായത് പണ്ട് നമ്മുടെ പപ്പ മാഷിനെ കുടുക്കിയ പോലെ കുടുക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അന്ധമായി കമൻ്റ് അടിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മതക്കാരനോ കുറ്റം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിയായ ഒരു കാര്യമല്ല. ഇവിടെ ഉസ്താദുമാരനെ പല രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു RSSകാരൻ ചെയ്തുകൊണ്ട് എല്ലാവരും അടിച്ചാക്ഷേപിക്കാൻ പറ്റും? എല്ലാ RSSകാർ അങ്ങനെയാണോ? അപ്പോൾ അത് ശരിയല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തായാലും നമുക്ക് പപ്പ മാഷിൻ്റെ കാര്യം, പപ്പ മാഷിന് ഇപ്പോൾ 40 വർഷം വിധി കൊടുത്തല്ലോ, അതിൻ്റെ സത്യം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു വിധി വന്നെന്നുള്ളത് ജമിനിയോട് ചോദിക്കാം. ജമിനി, കണ്ണൂരിലെ പാലാത്തായി കേസിൽ പപ്പ മാഷിന് 40 വർഷം ശിക്ഷ കൊടുത്തു. അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് എന്ത് വെച്ചിട്ടാണ് കോടതി 40 വർഷം ശിക്ഷ കൊടുത്തത്? പപ്പ മാഷ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? കേട്ടോളൂ, എന്തുകൊണ്ടാണ് പപ്പ മാഷിന് ശിക്ഷ കൊടുത്തതെന്നുള്ളത്. വെറുതെ കോടതി കയറി എന്തായാലും ശിക്ഷ കൊടുക്കില്ലല്ലോ. കണ്ണൂരിലെ പാലായത്തായി പീഡനക്കേസിൽ പ്രതിയായ കുനിയിൽ പത്മരാജൻ പപ്പൻമാഷ് എന്ന അധ്യാപകന് തലശ്ശേരി കോടതി 40 വർഷം കഠിന തടവ് വിധിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണല്ലോ. ഈ കേസിൽ കോടതി ശിക്ഷാവിധിയിലേക്ക് എത്തിയ പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. കോടതി ശിക്ഷ വിധിക്കാനുള്ള പ്രധാന കാരണങ്ങൾ, തെളിവുകൾ. കോടതി പ്രധാനമായും അവലംബിച്ചത് കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ റിപ്പോർട്ടുകളുമാണ്. കുട്ടിയുടെ രഹസ്യമൊഴി, പീഡനത്തിനിരയായ 9 വയസ്സുകാരി മജിസ്ട്രേറ്റിന് മുന്നിലും കോടതിയിലും നൽകിയ കൃത്യമായ മൊഴി ശിക്ഷ വിധിക്കുന്നതിൽ നിർണായകമായി. മെഡിക്കൽ റിപ്പോർട്ട്, കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന മെഡിക്കൽ പരിശോധനാ ഫലങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സാക്ഷിമൊഴികൾ, സ്കൂളിലെ മറ്റ് ചില സാഹചര്യങ്ങളും സാക്ഷിമൊഴികളും പ്രോസിക്യൂഷന് അനുകൂലമായി. POCSO നിയമത്തിലെ പ്രത്യേകത, പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുട്ടി പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യതയുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് ശിക്ഷിക്കാനുള്ള പ്രധാന തെളിവായി മാറും. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷ? പല വകുപ്പുകളിലായി POCSO ആക്ട് ലഭിച്ച ശിക്ഷകൾ ഒന്നിച്ച് അനുഭവിക്കേണ്ടതിനാലാണ് മൊത്തം 40 വർഷം എന്ന് വരുന്നത്. അപ്പൊ ഈ ശിക്ഷയെ കുറിച്ചൊക്കെ നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ശിക്ഷ കൊടുത്ത പിന്നെ പോലും പല ആളുകളും, ഇപ്പൊ കണ്ണൂരുകാരിയായ പാലത്തായിലെ അമ്മായി ഉണ്ടല്ലോ, അമ്മായി വരെ വന്നിട്ട് പപ്പ മാഷ് കുറ്റം ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ്, ഇതിൻ്റെയൊക്കെ സ്വന്തം കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴേ അറിയുള്ളൂ ഇതിന്റെ സത്യം എന്താണ്, അതിന്റെ വേദന എന്താണെന്നുള്ളതൊക്കെ. പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് വോയിസ് പുറത്ത് വിട്ടത് എങ്ങനെയാണെന്നറിയോ? ഇത് ഇവരുടെ ഒരു ഐഡിയ ആയിരുന്നു. അതായത് നമ്മുടെ സാജൻ സെക്രട്ടറിയുടെ പേജ് വഴിക്കാണ് വന്നത്. അത് ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്ത്, നമ്മുടെ കണ്ണൂരുകാരി ഉണ്ടല്ലോ, അവൾ വരെ ഏറ്റെടുത്ത്. അതിൽ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ടാൽ തോന്നും ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി വന്നിട്ട് ഒന്നും അറിയാത്ത പപ്പ മാഷ് സ്കൂളിൽ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി 6 വയസ്സായ കുട്ടി പോയിട്ട് ആരും അറിയാതെ പപ്പ മാഷിനെ തട്ടിക്കൊണ്ടുപോയി, അതായത് എല്ലാം പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള രീതിക്കാണ് അയാൾ അവതരിപ്പിച്ചത്. ഇല്ലേ? നിങ്ങളെല്ലാവരും വോയിസ് കേട്ടിട്ടുണ്ടായില്ലേ? എത്ര മനസാക്ഷി ഇല്ലാതെയാണ് ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വോയിസുകളൊക്കെ പുറത്തുവിടുന്നത്. ഇത്ര നീചമായിട്ടുള്ള മനുഷ്യരായത്, ഇല്ലേ? സ്വന്തം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കണം.
അപ്പോൾ ഇവന്മാർ മതവും പാർട്ടിയും രാജ്യവും എല്ലാം അങ്ങ് മറന്നോളും. കാരണം സ്വന്തം കുട്ടിക്കല്ല ഇങ്ങനെ അപകടം സംഭവിക്കുന്നത്. ഇത് മതത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ പാർട്ടീൻ്റെ പേരിൽ കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്യുക നാറികൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മറ്റുള്ളവർ ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹത്തിനെ മൊത്തം അങ്ങ് അടിച്ചാക്ഷേപിക്കുക. ഇവന്മാരൊക്കെ മാനിസ്തന്മാരാ പോലെയും നാണം മാനമില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അത് അയാളുടെ ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ആ സമൂഹത്തിന് ഒരിക്കലും ഒരു രീതിയിലുള്ള ബന്ധവുമില്ല. അതുപോലെ തന്നെ ഒരു പാർട്ടിയിൽ ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്താൽ ആ പാർട്ടിയിലുള്ള ആ ഒരു വ്യക്തിക്ക് മാത്രം അതിൻ്റെ ഒരു ബന്ധമുള്ളൂ. പിന്നെ അവരെ ആ കുറ്റകൃത്യത്തിന് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് കമൻറ്റിലൂടെ ആയാലും ശരി, ഇനിയിപ്പോൾ വീഡിയോയിലൂടെയാണെങ്കിൽ ശരി, എങ്ങനെ സപ്പോർട്ട് ചെയ്താലും അവരൊക്കെ കുറ്റവാളികൾ തന്നെയാണ്. ഒരു 9 വയസ്സായ കുട്ടിയെ അല്ലെങ്കിൽ ഒരു 6 വയസ്സായ കുട്ടിയെ വന്ന് റേപ്പ് ചെയ്ത് ഒരു പ്രതിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുപ്രതികളാണ്. അത് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾ അതിനുള്ള മറുപടി പറയേണ്ടി വരും. മനസ്സിലായോ? അതിനുള്ള വകുപ്പുണ്ട്, കേസെടുക്കണം ഈ നാറികൾക്കൊക്കെ എതിരെ. എന്ത് മനസാക്ഷിയില്ലാതെയാണ് വന്ന് കുട്ടികളെ പീഡിപ്പിച്ചവനെ പോലും സപ്പോർട്ട് ചെയ്യുന്നത്. ഇവൻ്റെ കുടുംബത്തിലൊരു കുട്ടികൾക്ക് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടണം, ഒരേ ഒരു മോളുള്ളത്. ഇപ്പോഴൊക്കെ ഇവനൊക്കെ മനസ്സിലാവുകൂടാ അതിൻ്റെ വേദന എന്താണെന്ന്. ഇത് മതം നോക്കിയിട്ടും പാർട്ടി നോക്കിയിട്ടും നാണമില്ലാത്തവന്മാർ, വൃത്തികെട്ടവന്മാർ, എന്നിട്ട് കുട്ടികളെ പീഡിപ്പിച്ചവന്മാരെ സപ്പോർട്ട് ചെയ്യുക, അവിടെ ഇവിടെയും പോസ്റ്റർ ഇടുക, നാണല്ലാതെ. അയാൾ കുറ്റം ചെയ്തവൻ നല്ലവനായി സമൂഹത്തിൻ്റെ മുന്നിൽ. അവൻ ഇനി പുറത്തിറങ്ങും, ഇറങ്ങിക്കഴിഞ്ഞതേപോലെ 10 കുട്ടികളെ പീഡിപ്പിക്കും. ഇതുപോലെ നാശാക്കി വിട്ടാൽ മതി. സ്വന്തം കുടുംബത്തിൽ കൊണ്ട് വെച്ചാൽ മതി അവന്മാരെ. അപ്പോൾ അവന്മാർ അതിനുള്ള തെളിവ് കാണിച്ചു തരും. പണ്ട് ഇതേപോലെ സഫാദിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ നാറികൾ നടന്ന് അവസാനം അവൻ എന്ത് ചെയ്ത് പുറത്ത് വന്ന് വീണ്ടും അടുത്ത കുട്ടീനെ പിടിക്കാൻ വേണ്ടി പോയി ബസ്സിൽ. എല്ലാം നാറി. അതേ കേസ് തന്നെ ഇതൊക്കെ. പെണ്ണ് മീഡിയന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയയും കുറേ ഊളകളും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ഊളകളെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറയുക. കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട. ഈ ഒരു വ്യക്തിയെ പോലും ഒരു മനസാക്ഷിയില്ലാതെ കമൻറ്റിലൂടെ സപ്പോർട്ട് ചെയ്യുന്നു. ആ വ്യക്തി ചെയ്തതല്ല 9 വയസ്സായ കുട്ടിക്ക് എന്തോ ഒരു ദേഷ്യമാണെന്ന്.